നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലേ ചേച്ചി, ലേറ്റസ്റ്റ് ആയിട്ട് ഇത്രയും ഡിസൈൻസ് വന്നിട്ടില്ലേ? ചേച്ചി എന്തിനാ 2 വർഷം പഴക്കമുള്ള ഡിസൈൻ ചോദിക്കുന്നേ? അതിനൊരു കാരണമുണ്ടടാ. ഈ ചെയിൻ എനിക്ക് 2 വർഷം മുന്നേ നിന്റെ അമ്മ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. അത് അമ്മ തന്ന ഗിഫ്റ്റ് അല്ലേ? കേൾക്കുമ്പോ നിനക്ക് നിസ്സാരമായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അത് തന്ന അവർക്കും വാങ്ങി എനിക്ക് മാത്രമേ അറിയൂ ആ ചെയിൻ എത്ര പ്രഷ്യസ് ആണെന്നുള്ളത്. കിട്ടിയവൻ ആ ചെയിൻ വേറെ എവിടെങ്കിലും കൊണ്ട് വിറ്റിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ചേച്ചിയെ പോലെ സെന്റിമെന്റ്സ് ഒക്കെ നോക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല. സർ, പറയൂ സർ. ഈ ചെയിൻ എനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഇത് നിങ്ങളുടെ കടയിലാണെന്ന് നോക്കേ. ഇങ്ങ് തന്നെ. അതെ, ഇത് നമ്മുടെ ഷോപ്പിലെ ചെയിൻ. ഇത് നഷ്ടപ്പെടുത്തിയ ആൾക്ക് തിരിച്ചു കൊടുക്കണം. എനിക്ക് ആരോടത് അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ മുകളിൽ ലളിതാമേടുണ്ട്, അവരെ പോയി കണ്ടാൽ മതി. ശരി ശരി സർ, താങ്ക് യു. സോറി മാഡം, ഇപ്പൊ ആ മോഡൽ സ്റ്റോക്കില്ല. അയ്യോ, അത് പ്രശ്നമാക്കണ്ട മാഡം. ഈ ഡിസൈൻ തന്നെ വേണമെങ്കിൽ 1 വീക്കിൽ റെഡിയാക്കി തരും. ആ ഇതേ മോഡൽ തന്നെ ഓർഡർ ചെയ്താൽ മതി. ശരി മാഡം, ഇതില് അഡ്രസ് ഫോൺ നമ്പർ ഒന്ന് എഴുതിയേക്ക്, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ശരി. ഓക്കെ മാഡം, ചെയിൻ വന്നത് ഇൻഫോം ചെയ്യാം. താങ്ക് യു മാഡം. ശരി, താങ്ക് യു സോ മച്ച്. വസന്ത്, നമുക്കറിയാലോ. വാ. എക്സ്ക്യൂസ് മീ, ലളിത. പറയൂ സർ, എന്താ വേണ്ടത്? ഈ ചെയിൻ ഒരാൾ നഷ്ടപ്പെടുത്തിയതാ. അതെനിക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അതെ, ഇപ്പോഴൊരു കുട്ടി ചെയിൻ മിസ്സായെന്നും പറഞ്ഞ് ഇതിന് ഓർഡർ കൊടുത്തിട്ട് പോയത്. സത്യമാണോ? അതെ സർ, ഇപ്പോഴേ പോയത്. ആ ചെയിൻ തന്നേക്ക്. ഹലോ, ഇതേത് വഴിക്ക് പോയി? അതെ മാഡം, ഞാൻ വിളിച്ചത് അവര് കേട്ടില്ലാന്ന് തോന്നുന്നു. അവര് പോയി. ഫോൺ നമ്പർ ഇവിടെ തന്നിട്ടാ പോയത്. അതെയോ? എന്നാ അത് മതി. അവരുടെ നമ്പർ എനിക്കിതാ. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുകൊടുത്തോളാം. ഇതാ അവരുടെ നമ്പർ. താങ്ക്സ് മാഡം. താങ്ക് യു താങ്ക് യു സർ. സോ മച്ച്. ആരാ ചേച്ചി വിളിക്കുന്നേ? ഏതോ അൺനോൺ നമ്പറാ. ഹലോ. ഹലോ അനാമിക. യെസ്, ഇതാരാ? എന്താ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലേ? എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? അതെ, ഞാനിപ്പോ വിളിച്ചതേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ചെയിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ. ഏത് ചെയിൻ? അന്ന് മഴയത്ത് ഡാൻസ് കളിച്ചപ്പോ നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ഊരിപ്പോയ ചെയിനില്ലേ, അതിനെ കുറിച്ചാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ ആ ചെയിൻ അന്ന് ഞാനല്ല എടുത്തു വെച്ചിരുന്നത്. സ്വർണമാലയ്ക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടും കേൾക്കാത്ത മട്ടിലല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്. ആ ചെയിൻ തിരിച്ചു തരാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. താങ്ക് യു സോ മച്ച്. ആ ചെയിൻ മിസ്സായപ്പോ മുതല് വല്ലാത്ത വിഷമത്തിലായിരുന്നു. വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല, വന്ന് വാങ്ങിക്കാനുള്ള വഴി നോക്ക്. ഞാനിപ്പോഴും ആ ജ്വല്ലറിയുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് വേഗം വാ. ഇപ്പൊ തന്നെ വരണോ? പിന്നല്ലാതെ. സോറി, എനിക്കിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാനിത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ചെയിന്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലേ? അതുകൊണ്ടല്ല, തിരിച്ച് അവിടേക്ക് വരാൻ നിന്നാ ഞാൻ ഓഫീസിൽ എത്താൻ ലേറ്റ് ആവും. ശരി, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ഓഫീസിന്റെ അഡ്രസ് ആയോ? ഞാൻ അവിടേക്ക് നേരിട്ട് വന്ന് തന്നിട്ട് പോക്കോളാം. അയ്യോ, അതൊന്നും വേണ്ട. എന്താ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ അങ്ങോട്ട് വന്നാ അത് ശരിയാവില്ല. ഓ, ഞാൻ വേണമെങ്കിലേ നിങ്ങളുടെ ഓഫീസ് കഴിയുന്നത് വരെ പുറത്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ചെയിൻ തന്നിട്ട് പോവാം. ആ, വെയിറ്റ് ചെയ്തോളൂ. എന്താന്ന്? ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞ ശരിക്കും എന്നെ വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ഞാനേ ജോലിയും കൂലിയില്ലാത്തവനൊന്നല്ല, എനിക്കും നല്ല ജോലിയുണ്ട്. തിങ്കളാഴ്ച മുതൽ എന്റെ റേഞ്ചേ വേറെയാ. പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഒരു വലിയ ഹെൽപ്പാ നിങ്ങൾ ചെയ്തത്. എന്നിട്ടൊരു കോഫി പോലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് വരുന്ന അടുത്ത തിങ്കളാഴ്ചയാ. അന്ന് മതിയോ? നോ പ്രോബ്ലം. മൺഡേ നിങ്ങൾ വരുന്നു, ചെയിൻ എനിക്ക് തരുന്നു, എന്നിട്ട് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് പിരിയുന്നു. എന്തു പറയുന്നു? ശരി, ആയിക്കോട്ടെ. ഞാൻ തിങ്കളാഴ്ച ഇവിടെ എത്തുമ്പോൾ വിളിക്കാം. അന്ന് കോഫിയും കുടിക്കാം. ഉറപ്പായിട്ടും. ഹലോ ഹലോ ഹലോ, എന്റെ പേര് പോലും ചോദിക്കാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. സാരമില്ല, തിങ്കളാഴ്ച മീറ്റ് ചെയ്യാൻ പോവല്ലേ, ഫുൾ ഡീറ്റെയിൽസും പറയാലോ. എടാ, ചെയിൻ തിരിച്ചു കിട്ടി. അതിശയം തന്നെ. നീയല്ലേ പറഞ്ഞത് ചെയിൻ കിട്ടിയ ആള് സെന്റിമെന്റ്സ് ഒന്നും വിചാരിക്കാതെ അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടാകുന്നു? ഇപ്പൊ
കണ്ടോ? എന്നെ കണ്ടുപിടിച്ച് ആ ചെയിൻ തിരിച്ചു തരാൻ വേണ്ടി അയാള് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ അല്ലേ? ജോലിയും കിട്ടി, ചെയിനും തിരിച്ചു കിട്ടി. ശരിക്കും ഇന്നത്തെ ദിവസം എനിക്ക് സ്പെഷ്യലാ. ശരി ശരി, ചേച്ചി വേഗം പോയി ജോലിയിൽ ജോയിൻ ചെയ്യും. ഈ സ്പെഷ്യൽ ഡേ കണ്ടിന്യൂ ആവുമെന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ചെകുത്താന്റെ കോട്ടയിലേക്ക് വാ. കാശ്മീര നിന്നെ കാത്തിരിക്കുന്നു. വേഗം വാ വാ. ഈ കാശ്മീരയുടെ കോട്ടയ്ക്കുള്ളിലേക്ക് നീ വന്നുവല്ലേ? വാ വാ. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വേഗം വന്ന് ഈ ചില്ലുപാത്രത്തിനകത്തേക്ക് കയറ. നമ്മൾ തീരുമാനിച്ചതുപോലെ 6ാമത്തെ ആത്മാവിനെ നമ്മൾ ബന്ധിച്ചു. ആദ്യം നീ അത് കയ്യിലെടുക്ക. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് കാശ്മീരയാണ്. കാശ്മീരയോ? എന്തായി പറയുന്നേ? സാത്താമാരുടെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ നമുക്ക് 7 ആത്മാക്കളുടെ ആവശ്യമുണ്ട്. ഇപ്പോ 6 ആത്മാക്കളെ ബന്ധിച്ച് നിന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ഇനി 7ാമത്തെ ആത്മാവ്? അത് കാശ്മീര നമുക്ക് അടയാളം കാണിച്ചു തരും. നീ കണ്ടോ? അതെപ്പോഴാണ്? ഇന്ന് തൊട്ട് ഒരു 3 നാള് കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസി ദിനത്തിൽ ആ 7ാമത്തെ ആത്മാവ് ആരാണെന്നത് കാശ്മീര കാട്ടിത്തരും. ആത്മാവ് ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ശരീരത്തിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഈ ലോകം നല്ലവരായ മനുഷ്യർക്കെല്ലാം നരകമായി തീരും. അമാവാസി വരെ കാശ്മീരയ്ക്ക് വേണ്ട പൂജകളും നരബലികളും തുടർന്നുകൊണ്ടേയിരിക്കണം. നമുക്കാവശ്യമായ ആത്മാവ് തന്റെ ജീവൻ വെടിയുമെന്ന് പോലും അറിയാതെ എവിടെയോ സന്തോഷമായി ജീവിക്കുന്നു. വരുന്ന 3 ദിവസത്തിനുള്ളിൽ ആത്മാവിന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും.